വളരെ പ്രായമുള്ളൊരു മുത്തശ്ശിയെ കാണുകയുണ്ടായി. അവരൊരു ബ്രിട്ടീഷ് മുത്തശ്ശിയാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പേര് ചോദിച്ചപ്പോൾ കോണി എന്നാണ് ആ മുത്തശ്ശി പറഞ്ഞത്. പിന്നെ പഴയ കാലത്തെ കുറേ കഥകളൊക്കെ അവർ നമ്മളോട് പറഞ്ഞു തന്നു. ഇപ്പോൾ അവർക്ക് 82 വയസ്സുണ്ട്. പണ്ട് ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ബർമയിൽ വെച്ച് ഈ മുത്തശ്ശിയും ഇവരുടെ കുടുംബവും ഒക്കെ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നെന്നും. അമ്മച്ചി താമസിക്കുന്ന ഒരു ചെറിയ ഷെഡാണ്. ഇവിടെ തന്നെയാണ് അമ്മച്ചി താമസിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ടാണ് അമ്മച്ചി അത് കൃഷി ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നമ്മുടെ പരിപാടി ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. യാത്രയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിൽ ഊട്ടിയിലാണ്. ഊട്ടിയിൽ നമ്മുടെ അജിത്തിൻ്റെ വീട്ടിലാണ്. അജിത്തിൻ്റെ വീടിൻ്റെ ടെറസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഊട്ടിയുടെ ഹൃദയഭാഗത്താണ് കേട്ടോ അജിത്ത് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഊട്ടിയുടെ വശ്യഭംഗിയാർന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. അതിൽ പ്രധാനമായിട്ടും പല ചായങ്ങൾ പൂശിയ വീടുകൾ കാണാം. അതോടൊപ്പം തന്നെ കൃഷിസ്ഥലങ്ങൾ, ഒരുപാട് കൃഷിസ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ചെറിയ ചെറിയ മലകളും പൈൻ മരങ്ങളും, അങ്ങനെ വളരെ ഭംഗിയാർന്ന ഒരു പ്രദേശത്താണ് അജിത്ത് താമസിക്കുന്നത്. എന്തായാലും നമുക്കിവിടെ ഒരു സുഹൃത്തുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഊട്ടിയിൽ നിന്ന് ആരംഭിക്കാം. അജിത്താണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അജിത്തിനും അനിൽ സാറിനുമൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അജിത്തിൻ്റെ വീട്. അജിത്തിൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ആ താഴ്വാരത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടത്. അജിത്തിൻ്റെ വീടിൻ്റെ മുൻപിൽ തന്നെയാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. വീടിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ രാവിലെ പോകേണ്ടതുകൊണ്ട് പുറത്തേക്ക് ഇട്ടേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വേറെ വാഹനങ്ങളൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇട്ടത്. അജിത്തിൻ്റെ വീടിനോട് ചേർന്ന് ഒരു പള്ളിയുണ്ട്, റോസറി ചർച്ച്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോയി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി ടൗണിലേക്ക് പോകണം. ഊട്ടി ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര തുടരാം. അങ്ങനെ അജിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വലിയ കയറ്റമൊക്കെ കയറി നമ്മൾ പ്രധാന പാതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഒരു നിരപ്പായ വഴിയിലേക്ക്. ഇനി നമ്മൾ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കാനുണ്ട്. ഈ ഊട്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം നേരിടുന്നത് നല്ല ഫുഡ് കിട്ടുന്ന കടകൾ വളരെ കുറവാണ്. കഴിഞ്ഞ യാത്രകളിൽ 1-2 സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ച് നമുക്ക് പണിയൊക്കെ കിട്ടിയിരുന്നു. അതിൽ പിന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഫുഡ് കഴിക്കുന്നത്. അജിത്തിൻ്റെ വീട്ടിൽ ഇന്നിപ്പോൾ അച്ഛനും അമ്മയും ഇല്ല. അതുകൊണ്ട് അവിടെ നിന്നും ഫുഡ് കിട്ടില്ല. സാധാരണ ഇതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അജിത്തിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. വൈകിട്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ടെങ്കിൽ പോരും. ഉച്ച സമയത്ത് പിന്നെ ഫുഡ് കഴി വളരെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അച്ഛനമ്മയും ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിനി ഊട്ടി ടൗണിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഇനിയിപ്പം നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. ഇവിടെ 1-2 ഹോട്ടലുണ്ട്, അജിത്തിനറിയാം. 1-2 നല്ല ഹോട്ടൽസ് ഉണ്ട് ഫുഡ് കിട്ടുന്നത്. അപ്പോൾ അവിടെ പോയിട്ടാണ് സാധാരണ കഴിക്കുന്നത്. അഥവാ ആ ഹോട്ടൽ അടവാണെങ്കിൽ മറ്റ് ഹോട്ടൽസിലൊക്കെ പോകുമ്പോഴാണ് വയറിന് ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടുന്നത്. ഊട്ടി ടൗണിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നിപ്പം മഴ കുറവായതുകൊണ്ട് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷം. 3-4 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ കാരണം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴേ തന്നെ നല്ല തണുപ്പും അതോടൊപ്പം തന്നെ കോടമഞ്ഞൊക്കെ കയറി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വെതറാണ്. ഊട്ടി ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നേരിടുന്ന വെല്ലുവിളിയാണ് പാർക്കിംഗ്. പാർക്കിംഗ് ഇവിടെ ഒരു സൗകര്യമില്ല. എവിടെയെങ്കിലും വാഹനം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേനും വാഹനം കാണും എന്നുള്ള ഒരു നിർബന്ധവുമില്ല. കാരണം പോലീസുകാർ ടോ ചെയ്തുകൊണ്ട് അവരവരുടെ പാട്ടിന് പോകും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളത് ഊരിയെടുത്തുകൊണ്ട് പോകേണ്ടി വരും. കുറച്ച് പാടുപെടും അത്. അപ്പോൾ ഇനി നമുക്ക് പാർക്കിംഗ് സ്പേസിനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. അങ്ങനെ അവസാനം നമ്മൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കിട്ടി. ഇവിടെ പാർക്ക് ചെയ്തു. 50 രൂപയാണ് പാർക്കിംഗ് ഫീ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നടന്നു വേണം പോകാനായിട്ട്, ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഹോട്ടലിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ലക്ഷ്മി ഇല്ലം എന്നാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കുള്ളത് കേസരി ഉണ്ട്, പിന്നെ വട, സാമ്പാർ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇഡ്ഡലി ഇങ്ങനെ എനിക്ക് തോന്നുന്നു സാമ്പാറിൽ മുക്കി തരുന്നതാണ് അല്ലേ. പിന്നെ പൊടി ഇഡ്ഡലി ഉണ്ട്, പെപ്പർ ഇഡ്ഡലി ഉണ്ട്. അങ്ങനെ ഇഡ്ഡലിയുടെ കുറേ ഐറ്റമുണ്ട്. പിന്നെ സാധാരണ ചപ്പാത്തി, പൊറോട്ട, വെജിറ്റബിൾ കുറുമ, മഷ്റൂം, കൊത്തു പൊറോട്ട, പ്ലെയിൻ റോസ്റ്റ്, ഘീ റോസ്റ്റ്, മസാല ദോശ. അപ്പോൾ ഏതാ വേണ്ടത്? നിനക്കെന്താ വേണ്ടത്? മസാല ദോശ. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, സാമ്പാർ ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്യാം. 2 മസാല ദോശ, പിന്നെ സാമ്പാർ ഇഡ്ഡലി ഇല്ലേ, അത് എത്ര ഇഡ്ഡലി ഉണ്ടാവും? 2 ഇഡ്ഡലി. അപ്പോൾ 2 മസാല ദോശ, സാമ്പാർ ഇഡ്ഡലി. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ ഉള്ളതിൽ കുറച്ച് മെച്ചമെങ്കിലും തോന്നിയൊരു ഹോട്ടലാണ്.
ഈ ലക്ഷ്മി ഇല്ലം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ടിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ സാറ് പറഞ്ഞ പോലെ മസാല ദോശയും ഇഡ്ഡലി സാമ്പാർ വട അതുകൂടെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വരട്ടെ, ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ മസാല ദോശ വന്നു കേട്ടോ, കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കുഴപ്പമില്ലാത്തൊരു മസാല ദോശയാണ്. ഇവിടെ ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു കട പോയി കഴിച്ചിരുന്നു, പക്ഷേ അത് അത്ര മെച്ചമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ കുറച്ചുകൂടി നല്ലതാണ്. നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഹോട്ടലിലേക്ക് നടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അന്ന് വന്ന സമയത്ത് പാർക്കിംഗ് സ്പേസ് ഒരിടത്തും കിട്ടിയില്ല, അതുകൊണ്ടാണ് വേറൊരു ഹോട്ടലിൽ പോയി കഴിച്ചത്. അത് അത്ര മെച്ചം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കഴിച്ചിട്ട് ഇനി ബാക്കി യാത്ര തുടരാം. ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. അജിത്തുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. നമ്മൾ രാവിലെ പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് വീട്ടിൽ നിന്ന് പോരുകയാണ് ചെയ്തത്. അജിത്തുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ പോകുന്ന വഴിയിൽ തന്നെ കണ്ടോ, ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഊട്ടി എന്ന് പറയുന്നത്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ബൈക്കും സ്കൂട്ടറും പോലും വെക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ കാറിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതാ ഊട്ടി ടൗണിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇനി പോകുന്നത് സെൻറ്റ് സ്റ്റീഫൻ ചർച്ചിലേക്കാണ്. അജിത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയാണ്. അജിത്ത് പറഞ്ഞു ഇവിടുത്തെ വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ്, അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അജിത്ത് പറഞ്ഞ പോലെ ആ ഒരു പുരാതനമായ പള്ളി കണ്ടിട്ട് നമുക്ക് നമ്മുടെ ബാക്കി യാത്ര തുടരാം. Do your sales in the churchyard only or any I other church place? every Sunday, but at home I've got my own little store. Oh, in the home. Because I live alone, so I do my own housework see. and make my pickles and jams. Nice. നമ്മുടെ അജിത്തിൻ്റെ വീട്ടിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള ഒരു ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ദേവാലയം അറിയപ്പെടുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് എന്നാണ്. ഇത് ഊട്ടിയിലെ വളരെ പഴക്കമേറിയ ഒരു ദേവാലയമാണ്. ഇത് 1830-കളിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ദേവാലയമാണ്. ഈ സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് ഊട്ടി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കളക്ടറുടെ ഓഫീസൊക്കെ എതിർവശത്തായിട്ട് കാണാൻ കഴിയും. ഈ പള്ളി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിതത് കൊണ്ട് തന്നെ ഇതൊരു ബ്രിട്ടീഷ് ആർക്കിടെക്ചറൽ രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ ഈ പള്ളിയുടെ അങ്കണത്തിൽ എത്തിച്ചേർന്ന് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പള്ളിയുടെ പോർട്ടിക്കോയിൽ എത്തിച്ചേർന്നപ്പോൾ വളരെ പ്രായമുള്ളൊരു മുത്തശ്ശിയെ കാണുകയുണ്ടായി. അവരൊരു ബ്രിട്ടീഷ് മുത്തശ്ശിയാണ്. അവർ പോർട്ടിക്കോയിൽ അവരുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ജാമ്, അച്ചാറുകൾ, ബണ്ണ്, കേക്ക് ഇതൊക്കെ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പേര് ചോദിച്ചപ്പോൾ കോണി എന്നാണ് ആ മുത്തശ്ശി പറഞ്ഞത്. പിന്നെ പഴയ കാലത്തെ കുറേ കഥകളൊക്കെ അവർ നമ്മളോട് പറഞ്ഞു തന്നു. അവർ 5 വയസ്സുള്ളപ്പോഴാണ് ഊട്ടിയിൽ എത്തിച്ചേർന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് 82 വയസ്സുണ്ട്. അവരുടെ മക്കളൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് ചേക്കേറിയിരിക്കുകയാണ്. അപ്പോൾ ഈ കോണി മുത്തശ്ശിയുടെ അച്ഛൻ ഊട്ടിയിൽ അന്നുണ്ടായിരുന്ന പോസ്റ്റ് ഓഫീസിലെ മാസ്റ്റർ ആയിരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ പഴയ കുറേ കഥകളൊക്കെ നമ്മളോട് പറഞ്ഞു. പണ്ട് ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ബർമയിൽ വെച്ച് ഈ മുത്തശ്ശിയും ഇവരുടെ കുടുംബവും ഒക്കെ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നെന്നും നമ്മളോട് പറഞ്ഞു. പിന്നീട് മോചിതരായപ്പോൾ അവരുടെ അച്ഛൻ ഇന്ത്യയിലേക്ക് വന്നു. പിന്നീട് അവർ കോഴിക്കോടും കൽക്കട്ടയിലും ബോംബെയിലുമൊക്കെ അവരുടെ അച്ഛൻ ജോലി ചെയ്തതിന് ശേഷം അവസാനം ഊട്ടിയിൽ എത്തിച്ചേർന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഈ മുത്തശ്ശി വളരെ ക്യൂട്ടായിട്ടുള്ളൊരു മുത്തശ്ശിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ 82-ാം വയസ്സിലും അവർ വളരെ ചുറുചുറുക്കോടെയും ഊർജ്ജസ്വലതയോടും കൂടിയാണ് ഇപ്പോഴും അവർ ജോലി ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ഊട്ടി യാത്രയിൽ വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അവർ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ അവരുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവരാറുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഒരു വെളുത്തുള്ളി അച്ചാർ ഞാൻ വാങ്ങി. ഈ ഒരു ചെറിയ ബോട്ടിലിന് 350 രൂപ വെച്ചിട്ടാണ് അവർ വിൽക്കുന്നത്. അതുകൂടാതെ മറ്റ് ദിവസങ്ങളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ വീട്ടിൽ ഒരുക്കിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റോർ വഴിയാണ് അവർ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിലെത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും. കുറച്ചുകൂടിയൊക്കെ ദൂരം നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫിംഗർ പോസ്റ്റ് എത്തി. ഫിംഗർ പോസ്റ്റും കഴിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ ദൂരം പിന്നെയും മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും റോഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഹിന്ദുസ്ഥാൻ ഫോട്ടോ ഫിലിംസ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി കാണാൻ നമുക്ക് സാധിച്ചു. അതിപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം ഫിലിമിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ ഫിലിം ഉപയോഗിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ യുഗം വന്നതോടുകൂടി ആ ഒരു ഫിലിമിന് പ്രസക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു കമ്പനി പൂട്ടിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതേപോലെ തന്നെയാണ് മോസർ ബിയർ എന്ന് പറഞ്ഞ കമ്പനി. നമുക്കറിയാം മോസർ ബിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സിനിമ ഒക്കെ കാണാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഡിസ്ക് ഉണ്ടല്ലോ. ആ ഡിസ്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കൂടുതലായിട്ടും മോസർ ബിയറിൻ്റെ ഒക്കെ ആയിരുന്നു. ആ കമ്പനിക്കും ഇതേ അവസ്ഥ തന്നെയാണ് വന്നത്.
അവരൊക്കെ കാലത്തിൻ്റെ കുത്തൊഴുക്കിലും ഒലിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീട് അവർക്കൊന്നും അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആദ്യകാലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു. ഫ്ലോപ്പി ഡിസ്ക് മാറിയിട്ട് 700 MB ഒരു ഡിസ്ക് വന്നു, പിന്നെ DVD വന്നു, പെൻഡ്രൈവ് വന്നു, അതോടൊപ്പം തന്നെ ഹാർഡ് ഡിസ്കുകൾ വന്നു, പിന്നെ ക്ലൗഡ് സ്റ്റോറേജുകൾ എത്തി തുടങ്ങി. അങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ കടന്നു വരികയും പഴയ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്ന പല കാര്യങ്ങളും അപ്രസക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ സമയത്ത് അപ്ഗ്രേഡ് ചെയ്തില്ല എങ്കിൽ ഇതുപോലെ പൂട്ടിക്കെട്ടി പോകേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലത്തൊക്കെ ഫിലിം കാണണമെങ്കിൽ, വീട്ടിലിരുന്ന് ഫിലിം കാണണമെങ്കിൽ ഇപ്പോൾ CD പെൻഡ്രൈവോ ഒന്നും ഉപയോഗിച്ച് സിനിമ കാണുന്ന ആൾക്കാർ വളരെ കുറവാണ്. എല്ലാം OTT പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കാലം ഇങ്ങനെ മുന്നേറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ കാറ്റ് കാറ്റ് കാറ്റ്, നല്ല കാറ്റാണ് കേട്ടോ. ഒരു ചായ കുടിച്ചിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ചു. നല്ല മിസ്റ്റുള്ളൊരു പ്രദേശമാണ്. അതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? അനുവാപുരം. അങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരാണ്. കാറ്റായതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയർ ആയില്ല. നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പ്. ഓ പുറത്തേക്കൊണ്ട് പോവോ? ഇനിയിപ്പം മറ്റേ ഇവിടെ പോയി നിൽക്കുള്ളൂ, ഗൂഡല്ലൂർ പോയി നിൽക്കുള്ളൂ. ഒരു ചെറിയ ടീ സ്റ്റോളും ഉണ്ട്. എന്നാൽ പിന്നെ ഒരു ചായയും കുടിച്ചിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ചു. ഊണ് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ കടയൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ചായക്കട കണ്ടുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. താങ്ക് യു. കാറ്റല്ലേ? നല്ല കാറ്റ്, ഭയങ്കര കാറ്റ്, കോട, തണുപ്പ്, കോഫി, നല്ല കോമ്പിനേഷൻ. അങ്ങനെ കോഫി കിട്ടി. ചായ കുടിക്കാൻ വേണ്ടി വന്ന് തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഒരു കോഫി പറഞ്ഞു, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ശരിക്കും തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ വന്ന് ചായ കുടിക്കുമ്പോഴത്തേനൊരു പ്രത്യേക ഫീലാണ്. ചായ അല്ലെങ്കിൽ കോഫി എന്തെങ്കിലും കുടിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ഫീലാണ്. നമ്മളിങ്ങനെ കുറേ ആയല്ലോ യാത്ര ചെയ്യുന്നു. ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കുമ്പോഴത്തേനും നല്ലൊരു ഉന്മേഷമായിരുന്നു. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. തൊട്ട് പുറകിൽ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കടയുണ്ട്, കടയല്ല ഒരു ചെറിയ ഷെഡുണ്ട്. ആ ഷെഡിൽ പോയി കഴിഞ്ഞാൽ നല്ല മുള്ളങ്കി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി ഒരു 50 രൂപയ്ക്ക് മുള്ളങ്കി മേടിച്ചിട്ട് പോകാം. എന്തായാലും അവരുടെ കൃഷിസ്ഥലത്ത് തന്നെ അവർ കൃഷി ചെയ്ത് നേരിട്ട് നമ്മൾ കർഷകരിൽ നിന്ന് മുള്ളങ്കി വാങ്ങിക്കുകയാണ്. അവർക്കൊരു സഹായമാകുകയും ചെയ്യും, നമുക്കും ഒരു സഹായമാകും. കാരണം വീട്ടിൽ കൊണ്ട് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചിയോട് ചോദിച്ചു നോക്കാം. അമ്മ 50 രൂപയ്ക്ക്? പോതും കൊഞ്ചം പോതും. നമ്മളിതാ അവിടെ നിന്നാണ് ചായ കുടിച്ചത്. അതിനോട് ചേർന്ന് ആ ഒരു കൃഷിസ്ഥലം ഉള്ളത്. ഇവിടെ നിന്നാണ് അമ്മച്ചി നമുക്ക് ആ മുള്ളങ്കി പറിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ഇനി അമ്മച്ചി അത് പറിച്ചുകൊണ്ട് വരും. അമ്മച്ചി താമസിക്കുന്ന ഒരു ചെറിയ ഷെഡാണ്, ഇവിടെ തന്നെയാണ് അമ്മച്ചി താമസിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ടാണ് അമ്മച്ചി അത് കൃഷി ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല താഴ്ചയുണ്ട്. അപ്പോൾ അവരിങ്ങനെ കല്ല് വെച്ചിരിക്കുകയാണ് ഇറങ്ങി പോകാനായിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഇത് പോതുമ്മ இல்லம்மா போதும் இல்ல அப்படியே சொல்லுவல. ശരി അമ്മ, നന്ദി. അങ്ങനെ ഒരു കൈ നിറയെ മുള്ളങ്കി കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ അരുവി എന്തോ ഒഴുകുന്നുണ്ട്, അവിടെ പോയി കഴുകിയെടുത്തോളം പറഞ്ഞു. വണ്ടി ഉണ്ടോ? ഇല്ല, ചാടി കിടന്നു. എന്തായാലും 50 രൂപയ്ക്ക് കുറഞ്ഞു പോയെന്ന് പറയരുതെന്ന് അമ്മച്ചി പ്രത്യേകം പറഞ്ഞു. വേണമെങ്കിൽ ഇനിയും തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഇത്ര മതി. എന്തായാലും ഇതിന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് നേരെ കാറിൽ കൊണ്ടുപോയിട്ട് ബാക്കി യാത്ര തുടരാം. ഇവിടെയാണ് നമ്മൾ കഴുകുന്നത് അല്ലേ? കൊള്ളാലോ സംവിധാനം. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഓഹോ, കൊള്ളാലോ സെറ്റപ്പ്. അതെന്തായാലും കൊള്ളാം. അങ്ങനെ കഴുകി വൃത്തിയാക്കി നമുക്ക് കൊണ്ടുപോകാം അല്ലേ? സെറ്റ് പരിപാടി. നോക്കിയേ, ഫ്രഷ് സാധനം അപ്പം തന്നെ തോട്ടത്തിൽ നിന്ന് പറിക്കുന്നു, ഇവിടെ കൊണ്ടുപോയിട്ട് കഴുകുന്നു, നമ്മൾ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു അല്ലേ? അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് ആ തോട്ടത്തിൽ നിന്ന് മുള്ളങ്കിയൊക്കെ വാങ്ങിച്ച് പാവം അജിത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് തന്നു. അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കാറിൽ കൊണ്ട് വെച്ചു കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഗൂഡല്ലൂർ ഭാഗത്തേക്ക്. അങ്ങനെ നമ്മൾ പൈക്കര, പൈൻ ഫോറസ്റ്റ്, നീഡിൽ റോക്ക് എന്നീ സ്ഥലങ്ങളൊക്കെ കടന്ന് ഗൂഡല്ലൂരിലേക്ക് എത്താറായി. റഹീം അവിടെ കാത്തു നിൽപ്പുണ്ട്. ഇനി അദ്ദേഹത്തിനും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മുടെ ബാക്കി യാത്ര തുടരാനായിട്ട്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ റഹീമിനോട് ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് റഹീമിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മഴയും അത്യാവശ്യം നല്ല രീതിയിൽ തൂളി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് മഴ വരും, പിന്നെ കുറയും, പിന്നെ നല്ല മിസ്റ്റ് വരും, പിന്നെ കുറച്ച് നേരം കുറച്ച് വെയിൽ തെളിയും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. നമ്മളിതാ ഗൂഡല്ലൂർ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റഹീം ഈ ഭാഗത്ത് എവിടെയോ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്.
ദേവർഷോല പോകുന്ന വഴിയിൽ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ ഒരു കവാടത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ വഴിയിൽ അദ്ദേഹം നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. നമ്മൾ റഹീമിനെ പാസ് ചെയ്ത് കുറച്ച് മുന്നോട്ട് വന്നു. റഹീം അപ്പോളെ വിളിച്ചു, ഞാൻ അവിടെ വഴി നിൽപ്പുണ്ട്, നിങ്ങൾ എന്താ എന്നെ കയറ്റാതെ പോകുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഇതാ വന്നുകൊണ്ടിരിപ്പുണ്ടെന്ന് പറഞ്ഞു. എവിടെയാണോ? ആ വാ 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 വാ. അവിടെ തൊട്ട് ഇവിടെ വരുമോ? കമോൺ കമോൺ കമോൺ, കയറൂ 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 കയറൂ, ചാടി കയറൂ. യു അഗെയിൻ. എന്തായാലും കൊള്ളാം. അപ്പൊ ഇന്നത്തെ പരിപാടിക്കാ എന്താണ് കേക്കട്ടെ? അത് തന്നെ, മഴയൊക്കെ അല്ലേ? വൈൻഡപ്പ് അല്ല ഞാൻ ചോദിച്ചത്. റഹീമേ, അപ്പൊ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടാ പോകുന്നേ? കൗണ്ടംകൊല്ലി. ഞാൻ മുള്ളംകൊല്ലി എന്ന് കേട്ടിട്ടുണ്ട്. കൊല്ലി തന്നെയാണല്ലേ? എന്നാ പോട്ടെ. അത്ര ഉള്ളല്ലേ? സെറ്റ്. ഇനി കൗണ്ടംകൊല്ലി പോയിട്ടാണ് നമ്മുടെ കളികൾ. പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാതിരിക്കുന്നുള്ളൂ. ആണോ? ആ, എന്നാ കുഴപ്പമില്ല. ആണോ? ഓ, അത് ശരി. ഓക്കെ, അപ്പോൾ പറ്റുന്നതൊക്കെ കണ്ടും. അതെല്ലേ? പുലി, കരടി ഒക്കെ വരുമോ? ഇപ്പൊ ഇവിടുത്തെ ട്രെൻഡ് അതാണല്ലോ. അതെ അല്ലേ? ഓ ശരി, നോക്കാം. വന്യമൃഗങ്ങളെ കാണണമെന്ന് എനിക്ക് അത്ര അതിയായ ആഗ്രഹങ്ങളൊന്നും ഇല്ല. കാട്ടിൽ കൂടെ പോകുമ്പോൾ കാണണമെന്നുണ്ട്, നാട്ടിലൂടെ പോകുമ്പോൾ എനിക്ക് കാണണമെന്ന് അതിയായ ആഗ്രഹമില്ല. അത്രേ ഉള്ളൂ അല്ലേ? സെറ്റ്. അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് റൈറ്റ് തിരിഞ്ഞ് ഒരു ഉൾപ്രദേശത്തോടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഹീം പറഞ്ഞു, അങ്ങ് ദൂരെ കാണുന്ന ഒരു മൊട്ടക്കുന്ന് കണ്ടോ, ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് റഹീം പറഞ്ഞു. എന്തായാലും നമ്മൾ പോകുന്ന വഴിയിൽ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഇത് തമിഴ്നാടാണെങ്കിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നത് മലയാളികളാണ്. നമ്മുടെ കേരള രീതിയിലുള്ള വീടുകളൊക്കെയാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും മലയാളികളാണ് അല്ലേ റഹീമേ? ഭൂരിഭാഗം ആൾക്കാരും കൂടുതലല്ലേ? ഈ ദേവർഷോല ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മലയാളികൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കേരള മണ്ണിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ അധികം ദൂരമില്ല. നമ്മൾ ഈ കാണുന്ന പാതയിലൂടെ 1-2 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് റഹീം നമ്മളോട് പറഞ്ഞത്. അങ്ങനെ റഹീം നമ്മളെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലം. അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല, കാണിച്ചു തരാം. അതിന് മുൻപ് നമ്മൾ ആദ്യം ഇങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് കൗണ്ടംകൊല്ലി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ. ഈ താഴേക്ക് കാണുന്നത് മൊത്തം ഇവിടുത്തെ ട്രൈബൽസ് ജീവിക്കുന്ന അവരുടെ വീട്, സെറ്റിൽമെന്റ് ഏരിയ, താമസിക്കുന്ന സ്ഥലം. അവരെ നമുക്ക് ആദ്യം ഫസ്റ്റ് കാണാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വ്യൂ പോയിന്റ്സ് ഉണ്ട്. വ്യൂ പോയിന്റ്സ് മീൻസ് നല്ല സീനിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ അത് കാണാം അല്ലേ? അതാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അത് പറഞ്ഞുതരാം, അല്ല അത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇവരുടെ ആ ഊരിലേക്കൊന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ അങ്ങനെ അവരുടെ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ പുതിയ വീടുകളും കുറച്ച് പഴയ വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. വനപ്രദേശമായതുകൊണ്ട് ചീവീട് നല്ല രീതിയിൽ തന്നെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ആരും കാണാനില്ലല്ലോ, എല്ലാവരും നാട് വിട്ട് പോയോ? റഹീമേ, ഇവിടെ ആരും ഇല്ലല്ലോ. ആരും ഇല്ലല്ലോ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് വരുന്നൊന്നും അല്ലല്ലോ. അവരവരെ പണികൾ. ഇന്ന് ഞായറാഴ്ച അല്ലേ? അതല്ലേ? കാണേണ്ടതാണ്. എന്നെല്ലാം ചിലപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരാളവിടെ കണ്ടു, ഭാഗ്യം. ഞാൻ പറഞ്ഞല്ലോ ഈ ഇടയ്ക്ക് ആന ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. എല്ലാവരും കൂടെ ഓടിച്ച് അങ്ങനെ ആ വേളം നടന്നത് ഇവിടെയാണ്. ഈ വീട്ടിൽ മീൻസ് ഇവരെ ഈ താമസ സ്ഥലത്തൂടെ ആന വന്നു. അപ്പോൾ ഇവര് ഇപ്പോൾ അവർ ഇതിനെതിരെ സമരം നടക്കുന്നുണ്ട്. അവിടെ 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സമരം നടക്കുന്നുണ്ട്. ഇതിന് എല്ലാവരും അവിടെ പോയിരിക്കുന്നു. ആരുമില്ല അതല്ലേ? മഷി സംഭവം. ആന വലിയ ശല്യമാണോ അവിടെ? ഇവിടെ വീട്ടിനടുത്തൊക്കെ വരുമോ? ഈ കുപ്പി കെട്ടിച്ച് തട്ടുമ്പോ ഒച്ച കേൾക്കും, അറിയാൻ പറ്റും. രാത്രിയൊക്കെ വരുമോ? എല്ലാ ദിവസവും വരാം. എല്ലാ ദിവസവും വരാം. ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ? എനിക്ക് ചക്ക, പിന്നെ വാഴയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നിങ്ങൾ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് കൊടുത്തിട്ടില്ലേ ഫെൻസിങ് കറണ്ടിന്റെ? അതൊന്നും ഓഹോ. നമ്മളങ്ങനെ ഗൂഡല്ലൂരിൽ നിന്ന്
കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്ത് കൗണ്ടൻകൊല്ലി എന്നൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഒരു ആദിവാസി ഊരുണ്ട്. ഇവർ പണിയ ഗോത്ര സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ പണിയ ഗോത്ര ഊരിൽ 7 വീടുകളാണ് ഉള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പഴയതും പുതിയതുമായിട്ടുള്ള കുറച്ച് വീടുകളാണ്. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഒട്ടുമിക്ക വീടുകളോടും ചേർന്ന് കമ്പിയിൽ ഇങ്ങനെ പഴയ കുപ്പികൾ അവർ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ആനശല്യം വളരെ രൂക്ഷമായൊരു മേഖലയാണ്. നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ ഊരിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ ആന ശല്യത്തിനെതിരായിട്ടുള്ളൊരു സമരമോ സത്യാഗ്രഹമോ നടക്കുന്നുണ്ട്. അവിടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്പിയിൽ കുപ്പി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ ആനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ആന മിക്ക ദിവസങ്ങളിലും അവരുടെ വീടുകളിൽ എത്തുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ആന ഈ ഊരിൽ എത്തുമ്പോൾ ഈ കമ്പികളിൽ സ്പർശിക്കുമ്പോൾ ഈ കുപ്പികൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് രാത്രി ഈ ശബ്ദം കേട്ടാൽ അവർക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കാൻ സാധിക്കും. നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ ഊരിലെ ഒരു കുടുംബവുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കൂട്ടം ആനകൾ രാത്രി ഇവിടെ എത്തുകയും നമ്മൾ ഈ നിൽക്കുന്ന വീടിൻ്റെ മുന്നിലൂടെയാണ് രാത്രി ഈ ആനകൾ കൂട്ടമായി കടന്നു പോവുകയും ചെയ്തത്. അതിൻ്റെ വീഡിയോ ഈ ഊരിലുള്ള ആരൊക്കെ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും അത് വ്യാപകമായി പ്രചരിച്ച് അത് വൈറലാവുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് ഇവിടുത്തെ ആനശല്യം. അത് അതിരൂക്ഷമാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളൊരു ചേട്ടൻ നമ്മളോട് പറഞ്ഞത് രാത്രിയാകുമ്പോൾ ഇവിടെ ആനകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമവാസികളുടെയൊക്കെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വാഴ കൃഷി ചെയ്യുന്നതാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഊരിൻ്റെ താഴെയാണ് അവർ വാഴ കൃഷി ചെയ്യുന്ന തോട്ടമുള്ളത്. ഏകദേശം 10,000-ഓളം വാഴകൾ ആനകൾ വന്ന് നശിപ്പിച്ചതായിട്ടാണ് ഈ ഊരിലെ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. ഈ ഊരിലെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗം വാഴക്കൃഷിയാണ്. എങ്കിലും അവർ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ കൂലിപ്പണിക്കും പോകുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കൃഷിയൊന്നും അവർക്ക് ലാഭകരമല്ല. ആനകൾ എന്നും വന്ന് വാഴത്തോട്ടത്തിൽ കയറി വാഴകൾ നശിപ്പിക്കുകയാണ്. പിന്നെ ചില വീടുകളിലൊക്കെ ആടും മാടും ഒക്കെ അവർ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് അവർ പറയുന്നുമില്ല. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വീടിൻ്റെ ഇടതുവശത്തേക്ക് നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അത് വീട് ഇടിഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിയും. അത് ആന ഇടിച്ച് തകർത്തതായിട്ടാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഊരിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഗൂഡല്ലൂരും അതിന് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നെല്ലാം തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്. അതിമനോഹരമെന്നേ അതിനെ വിശേഷിപ്പിക്കാനാവുള്ളൂ. ഈ ഊരിന് ചുറ്റുമൊക്കെ മൊട്ടക്കുന്നുകളാണ്. വെറും മൊട്ടക്കുന്നല്ല, പുൽമേടുകളാണത്. കാഴ്ചയിൽ അതിമനോഹരമെന്നേ നമുക്കതിനെ വിശേഷിപ്പിക്കാനാവുകയുള്ളൂ. നമ്മളെപ്പോലെ വല്ലപ്പോഴും ഇവിടെ എത്തിച്ചേർന്ന സഞ്ചാരികൾക്ക് ഈ കാഴ്ചകളൊക്കെ അതിമനോഹരവും ഹൃദ്യവും നയനാനന്ദകരമൊക്കെ ആണെങ്കിൽ കൂടിയും ഇവിടെ ജീവിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതം കഠിനവും ദുഷ്കരവും തന്നെയാണ്. എന്താ മോനെ, എന്താ മോൻ്റെ പേരെന്ത്? അല്ല സാറേ, പതുക്കെ ഇറങ്ങി വന്നാൽ മതി. അതെ അതെ, നമ്മൾ നടന്നിറങ്ങുന്നതിന് വരെ അല്ലെങ്കിൽ ഇരുന്നിറങ്ങേണ്ടി വരും താഴെ വരെ. അതെ. അതിനിടയ്ക്ക് കൊടും കോമഡി. എന്താ നമ്മുടെ റഹീം പറഞ്ഞു കേട്ടില്ലേ, എന്താണ് അന്ത മാമായിക്ക് പിറന്തനാൾ എല്ലാവർക്കും ഓരോ മുട്ടായി ഇരിക്കട്ടെ എന്ന്. അജിത്തിന്റെ അന്തമാമ അജിത്താ? അന്തമാമ അജിത്ത്. അയ്യോ, എന്തായാലും കൊള്ളാം. മോൾക്ക് മിഠായി കൊടുക്ക്. എന്താ പേര് മോളുടെ പേരെന്താ? മോന മോളാ? ആ, അത് ശരി. വിഷ്ണു. ഓക്കെ. ഇത് ആന ചവിട്ടിയതാണോ ഈ കുഴി? അല്ല, ഈ ഇവിടെ ഒരു കുഴിയായിട്ടിരിക്കുന്നു. ആന ചവിട്ടിയതാ? അതിൻ്റെ കാൽപ്പാടാണോ? അത് ശരി. നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല, ആന വന്നിട്ട് വാഴത്തോട്ടം മൊത്തം നശിപ്പിച്ച കഥയൊക്കെ. ആ ആന പോയ വഴിയാണിത്. ആനയുടെ കാൽപ്പാടുകൾ മൂലം കോൺക്രീറ്റ് ചെയ്ത വഴിയൊക്കെ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ്. ഇവിടെയുണ്ട്, 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 ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആദിവാസി ഊരൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി എന്താ നമ്മുടെ പരിപാടി? ഇനി നമ്മുടെ പരിപാടി പോകാനുണ്ട്, കുറേ സ്ഥലങ്ങൾ അങ്ങനെ പോവാം. പക്ഷേ നമുക്ക് ഇതിൻ്റെ പുറകിൽ കുറച്ച് സൈറ്റ് സീൻ ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പച്ച പുൽമേടുകളൊക്കെ ആയിട്ട്. പുൽമേടുകൾ അല്ലേ? അങ്ങോട്ട് പോയി നോക്കാം. മുമ്പോട്ടാണ്. മുമ്പോട്ടാണല്ലേ? അധികം ദൂരം നടക്കാനുണ്ടോ? നടക്കണം. പക്ഷേ പുൽമേട് മൊത്തം കവറാണെങ്കിൽ ഒത്തിരി ദൂരം നടക്കാണ്ട്. അത്രയും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒരു 100 മീറ്റർ നമുക്ക് കടന്നു കഴിഞ്ഞു, അതിലെത്തി. ഇനിയിപ്പോൾ കുറച്ചാൽ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഭംഗിയുള്ള സ്ഥലവും എത്തും. യെസ്, സെറ്റ്. അപ്പോൾ റഹീം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുൽമേട് മുഴുവൻ നമ്മൾ കണ്ടു തീരണമെങ്കിൽ ചിലപ്പം കുറേ സമയം എടുക്കും. ഇനിയിപ്പോൾ അധിക സമയം നമുക്ക് കളയാനില്ല, കാരണം ലൈറ്റ് പോയി. ലൈറ്റ് പോയോ? ഇനി എന്ത് ചെയ്യും മല്ലി? നമ്മൾ കാർ ഇവിടെ കാർമേഘമുണ്ട്. കറക്റ്റ് നമ്മൾ പോകുന്ന സ്ഥലത്തിന് നേരെ മുകളിൽ ആരാണ്ട് പിള്ളേർ പറഞ്ഞിട്ടല്ലോ അവിടെ 7.5 പൊന്നാന നടക്കുന്നുണ്ടെന്ന്. 7 പൊന്നല്ല, 7.5 പൊന്നാന, 7 ആനയാണ്. ആന അതിന്റെ അപ്പുറത്താണ് പറഞ്ഞത്. ഇപ്പൊ അവർ പറഞ്ഞ സ്ഥലം ദേവർശാല നമ്പർ 2. നമ്പർ 2 അത് ഏകദേശം ഇവിടുന്ന് ഒരു
3 കിലോമീറ്ററിൻ്റെ അപ്പുറം ഓ ഡിസ്റ്റൻസ്. അപ്പുറമാണ് ആനയുള്ളത്. ആ. പിള്ളേരിങ്ങനെ നമ്മൾ നടന്ന് താഴെ നിന്ന് മുകളിലേക്ക് കയറുമെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആനയുണ്ട്, 7 ആനയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു 7.5 ആക്കിയതാ. 7.5 പൊന്നാനൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ. എന്തായാലും ആന കാണാൻ യോഗമില്ല. യോഗ ചാർജ് എന്നാ കാണാം. വേണ്ട, എനിക്ക് കാണണ്ട. എന്തായാലും നമ്മളിതാ നടന്ന് ആ പുൽമേട്ടിലേക്ക് എത്തിയിരിക്കണം കേട്ടോ. ഇനി ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം. അങ്ങനെ എന്തായാലും റഹീം പറഞ്ഞതുപോലെ വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്ത് തന്നെയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പച്ച വിരിച്ച മൊട്ടക്കുന്നുകൾ കാണാം. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അത് എത്ര വർണ്ണിച്ചാലും അത് തീരില്ല. റഹീമേ, കുറേ ആൾക്കാരൊക്കെ ഇതിൽ നടന്നൊക്കെ വരുന്നുണ്ടല്ലോ, എന്താണത്? അതിപ്പോ നമ്മൾ കണ്ടില്ലേ ഒരു കോളനി ഊര് താമസിക്കും. അതേപോലെ ഈ മലഞ്ചെരുവിലൊക്കെ ചെരുവിലും ഓരോ ഊരുകളുണ്ട്, സെറ്റിൽമെന്റ് ഉണ്ട്. ഓ ശരി ശരി. അപ്പൊ ഇവരെല്ലാം ഒരേ കമ്മ്യൂണിറ്റി അവര് ഇവര് ബന്ധുക്കളായിരിക്കും അപ്പുറത്തുണ്ടാവുക. അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പാസ് ചെയ്ത് വരുന്നത് അല്ലേ? ഓക്കെ. കുറെ ആൾക്കാരൊക്കെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഓ അങ്ങനെ, ഭാര്യ വീട്ടിൽ പോയി അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മൊട്ടക്കുന്നിൻ്റെ ഒരു ഭാഗത്തൂടെയൊക്കെ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ വരികയാണെങ്കിൽ, വാഗമണ്ണൊക്കെ വരികയാണെങ്കിൽ ഇതുപോലത്തെ മെഡോസ് അല്ലെങ്കിൽ മൊട്ടക്കുന്നുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് വളരെ ഭംഗിയാർന്ന ഈ മൊട്ടക്കുന്നുകൾ നമുക്കിവിടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അനിൽ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ജീവിതമാണ്. പ്രത്യേകിച്ച് ആനശല്യം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടുന്നത് കേൾക്കാം അല്ലേ? അതിപ്പോ ആ സമയത്ത് ഞാൻ കയറി വരുന്ന സമയത്ത് പറഞ്ഞില്ലേ ആനയുണ്ടെന്ന്. അത് ഇതിന്റെ തൊട്ടപ്പുറത്താണ്. തൊട്ടപ്പുറത്ത് മീൻസ് ഈ പുറകെ കാണുന്ന മലന്റെ അപ്പുറത്തെ വശം, അടുത്ത ചെരുവില്. അത് ഫോറസ്റ്റ് അല്ല, അങ്ങോട്ട് നാടാണുള്ളത്. മെയിൻ റോഡാണ്. അതായത് നമ്മുടെ ദേവർശാല ഭാഗത്തിന്റെ ആ മെയിൻ റോഡാണ് അവിടെ. അപ്പൊ അവിടെയാണ് ഇപ്പൊ ആന നിൽക്കുന്നത്. കാരണം ആന വരുന്നത് അവിടെയുള്ള പറമ്പുകളില് വാഴ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് തെരഞ്ഞ് അങ്ങോട്ട് വരുന്നതാണ്. സമയമാകുമ്പോ ഇവിടെ സ്ഥിരം ഇപ്പോൾ ഉള്ളതാണ്. അവരും പറഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മൊട്ടക്കുന്നുകളിലൂടെ ഒക്കെ ആന വന്നിങ്ങനെ പോകുന്നത് അല്ലേ? ഇപ്പം ഈ ആന വന്നു പോകുന്ന ഒരു പ്രധാന പാതയാണ് കേട്ടോ. നമ്മളിപ്പം കാണുന്ന ഈ ഒരു ചെറിയ പാതയുണ്ടല്ലോ, ആ പാതയിലൂടെ ഇങ്ങനെ ആന കടന്ന് അങ്ങനെ അങ്ങ് പോകുന്നതാണ് ഇവിടുത്തെ തദ്ദേശികളായ ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്ന് കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ 4 പേര് നിന്നു. കുറേ സമയം അങ്ങനെ അങ്ങ് പോയി. കൗണ്ടൻകൊല്ലിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി എടുത്തു പറയേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വളരെ മനോഹരമായ ഭൂപ്രദേശം, അതിൻ്റെ താഴ്വാരത്തിലുള്ള പണിയ ഗോത്ര സമുദായം താമസിക്കുന്ന ഒരിടം, അതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് രാവിലെ ഊട്ടിയിൽ നിന്ന് ആരംഭിച്ചാണ്. അത് ഇങ്ങനെ കറങ്ങി നമ്മൾ എന്തായാലും ഗൂഡല്ലൂർ ഭാഗത്ത് വന്ന് ഈ ഒരു പ്രദേശം വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. റഹീം ഉള്ളതുകൊണ്ട് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാനും ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഈ ഗൂഡല്ലൂർ ഭാഗത്തുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു. അതോടൊപ്പം തന്നെ അജിത്ത് ഉള്ളതുകൊണ്ട് ഊട്ടിയിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടും സാധിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു ടൗൺ കാണല്ലോ, അതെ അറിയാമേ? ഗൂഡല്ലൂർ നമ്മൾ ഊട്ടിയിലേക്ക് കയറി പോകുമല്ലോ. അപ്പോൾ ഗൂഡല്ലൂർ കഴിഞ്ഞുകൊണ്ടാണ് മേൽഗൂഡല്ലൂർ, മേൽഗൂഡല്ലൂർ, അപ്പർ ഗൂഡല്ലൂർ അല്ലേ? ആ സ്ഥലമാണ്. ഗൂഡല്ലൂർ ടൗൺ എവിടുന്നും കാണൂല, അത് താഴെയുള്ള. ശരി ശരി. എവിടെ നോക്കിയാലും ഗൂഡല്ലൂരിന്റെ ഒരു ഭാഗം കാണുന്നത് അത് മേൽഗൂഡല്ലൂരായിരിക്കും. നമ്മൾ കയറി തുടങ്ങുമ്പോഴുള്ള ഒരു ടൗൺ അവസാനിക്കണം ആ ഭാഗമാണ് കാണുന്നത്. ഓ ശരി. അപ്പൊ ആ കാണുന്ന ഊട്ടി മലനിരകളാണ്. നമ്മൾ കയറി പോകേണ്ട വഴിയാണ് അജിത്തനി. കുറെ ദിവസമായിട്ട് ഗൂഡല്ലൂര് അല്ലെ, മസനഗുഡി വഴി ഊട്ടി. എല്ലാ ദിവസവും മസനഗുഡി വഴി എന്തായാലും കൊള്ളാം. രണ്ടുപേരും 2 ദിക്കിലല്ലേ കിടക്കുന്നേ? ഒരാള് ഗൂഡല്ലൂർ കിടക്കുന്നു, ഒരാൾ ഊട്ടിയിലും കിടക്കുന്നു. ഇവരെ രണ്ടുപേരും കാണണമെങ്കിൽ എന്താ ചെയ്യാ? സംഗമിക്കുന്ന ഗൂഡല്ലൂർ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അജിത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഊട്ടി ഭാഗത്തേക്കൊക്കെ വരണമെങ്കിൽ അജിത്തിനെ കോൺടാക്ട് ചെയ്താൽ അദ്ദേഹം നിങ്ങൾക്ക് ഊട്ടിയിലെ കാഴ്ചകളുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും റൂംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇനി റഹീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റഹീം നമ്മളെ പോലെ തന്നെ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ. യെസ്, ബൈ.